പാർട്ടി കരുതലിൽ കിട്ടിയ പദവിയിൽ കുരുങ്ങി പ്രശാന്ത്. വീട്ടിൽ കയറി അറസ്റ്റ്. അസാധാരണ നീക്കങ്ങൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിലെ തോൽവിയെ തുടർന്ന് കോൺഗ്രസ് വിട്ട് CPM-ൽ ചേക്കേറിയ PS പ്രശാന്തിന് പാർട്ടി കരുതലോടെ നൽകിയ പദവി ഒടുവിൽ കുരുക്കായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ അവരോധിച്ച CPM 2 വർഷ കാലാവധി പൂർത്തിയായപ്പോൾ ഒരു ടേം കൂടി നൽകാനും തീരുമാനിച്ചിരുന്നു. അതിനിടെയാണ് സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹത്തിന്റെ ബോർഡും സംശയ നിഴലിലായത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പ്രശാന്തിനെതിരെ രൂക്ഷ പരാമർശങ്ങൾ ഉണ്ടായതോടെയാണ് ടേം നീട്ടി നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും LDF സർക്കാർ പിന്തിരിഞ്ഞത്. സർക്കാരിന്റെ ഒത്താശയോടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമവും വിവാദങ്ങളിൽ പെട്ടു. കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന പ്രശാന്ത് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ പ്രസിഡന്റും യുവജനക്ഷേമ ബോർഡ് ഉപാധ്യക്ഷനുമായിരുന്നു. KPCC സെക്രട്ടറി ആയിരിക്കെയാണ് 2021 തിരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മത്സരിച്ചത്. എന്നാൽ CPIയുടെ GR അനിലിനോട് 20,000-ലേറെ വോട്ടിന് പരാജയപ്പെട്ടു. പരാജയപ്പെടുത്താൻ മുൻ MLA പാലോടി രവി ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു പ്രശാന്ത് കോൺഗ്രസ് വിട്ടത്. യുവജനക്ഷേമ ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന CPM നേതാവ് PA മുഹമ്മദ് റിയാസുമായുള്ള ബന്ധമാണ് പ്രശാന്തിന്റെ കൂറുമാറ്റത്തിന് പിന്നിലെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. CPM-ലെത്തിയ പ്രശാന്തിന് സംഘടനാപരമായി വലിയ ചുമതലകൾ നൽകിയില്ലെങ്കിലും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ നടത്തിയ ഇടപെടലുകളടക്കം ഫലം കണ്ടതോടെയാണ് ഒരു ടേം കൂടി നൽകാൻ പാർട്ടി തീരുമാനിച്ചത്. ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായി പ്രശാന്തിന് നല്ല ബന്ധമായിരുന്നില്ലെന്ന് ബോർഡിലുള്ളവർ പറയുന്നു. അതിനൊടുവിലാണ് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ശബരിമലയിലെ പാളികൾ ഇളക്കി സ്വർണം പൂശാനായി കൊണ്ടുപോയ നടപടി വിവാദത്തിലായത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെയുള്ള അറസ്റ്റ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി PS പ്രശാന്തിന്റെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കരകുളം ഏണിക്കരയിലെ വീട്ടിൽ രാവിലെ 9 കാറിലെത്തിയ 3-അംഗ സംഘം വീട്ടിനുള്ളിൽ കടന്ന് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിട്ട് കൊല്ലത്തേക്ക് കൊണ്ടുപോയി. മുൻപ് 2 തവണ പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത സംഘം പക്ഷേ അറസ്റ്റിന് ആ വഴി ഒഴിവാക്കി. അതേസമയം അറസ്റ്റ് നീക്കം പ്രശാന്ത് അറിഞ്ഞിരുന്നുവെന്നാണ് സൂചന. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാമെന്നും എന്ത് തെറ്റാണ് ചെയ്തതെന്നും ചോദിച്ച് പ്രശാന്ത് കഴിഞ്ഞ ദിവസം രാവിലെ 7 സമൂഹ മാധ്യമത്തിൽ കുറിപ്പുമിട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് SIT എത്തിയത്. ദേവസ്വം ബോർഡ് മുൻ അംഗം A അജികുമാറിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന്റെ അറസ്റ്റിന് പിന്നാലെ നിർണായകമായ വഴിത്തിരിവുണ്ടാകുമോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്തായിരിക്കും? ഈ മാസത്തോടെ കുറ്റപത്രം ഉണ്ടാകുമോ? ദേവസ്വം മന്ത്രി K മുരളീധരൻ കഴിഞ്ഞ ദിവസം ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നീക്കം എന്തായിരിക്കും? കേരളം കാത്തിരിക്കുകയാണ്.